ഇന്ന് നമുക്ക് ഒരു പില്ലോ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. വർഷങ്ങളായിട്ട് കഴുകാത്ത പില്ലോയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അതോ പില്ലോ കഴുകിയാൽ അത് നാശമായി പോകുമെന്ന് പേടിച്ചിട്ട് പില്ലോ കവർ മാത്രം ക്ലീൻ ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ചില ആളുകൾ പില്ലോ കവർ മാത്രം ക്ലീൻ ചെയ്യും അല്ലേ, പില്ലോ അവർ അങ്ങനെ വെക്കും. ഇത് ഞാൻ ഉപയോഗിക്കുന്ന പില്ലോയാണ് കേട്ടോ, അഥവാ തലയണ. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ഒരു മഞ്ഞയും വെള്ളയും കളറിലുള്ള ഒരു കറ കാണാം. ഇങ്ങനെ നിങ്ങളെ പില്ലോയിലും ഉണ്ടോ? ഞാൻ 6 മാസം കൂടുന്ന സമയത്ത് എൻ്റെ പില്ലോ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെയാണോ? അതോ വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ തലയണ ക്ലീൻ ചെയ്യാറേ ഇല്ലേ? ഒന്ന് കമൻറ്റിൽ പറയണേ. പലർക്കുള്ള സംശയമാണ്, പില്ലോൻ്റെ മുകളിൽ പില്ലോ കവർ ഇട്ടിട്ടും എന്തുകൊണ്ടാണ് തലാണേൻ്റെ മുകളിൽ ഇതുപോലെ മഞ്ഞ കളറിലും വെള്ള കളറിലും കറ പിടിക്കുന്നത് എന്ന് അല്ലേ? നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും നമ്മുടെ തലയണ കുറച്ച് കാലം കഴിയുമ്പോൾ എടുത്തു നോക്കിയാൽ ഇതാണ് അവസ്ഥ. നമ്മൾ ഉറങ്ങുന്ന സമയത്തെ ശരീരത്തിലെ വിയർപ്പും തലയിലെയും മുഖത്തിലെയും വെളിച്ചെണ്ണയും അതുപോലെ ഡെഡ് സ്കിൻ സെൽസും ഇതെല്ലാം കൂടി അടിഞ്ഞു കൂടിയിട്ടാണ് കേട്ടോ തലയണ ഈ ഒരു അവസ്ഥയിലാവുന്നത്. പില്ലോ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ പില്ലോയിലുള്ള സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 4 ഭാഗവും നന്നായിട്ട് നോക്കണം. ഇവിടെ 3 ഭാഗം ഓക്കെയാണ്, പക്ഷേ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ സ്റ്റിച്ച് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ, അവിടെ കുറച്ച് വിട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിൽ നിന്നും കോട്ടൺ പുറത്ത് ചാടിയിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ കൈത്തുന്നാണ് കേട്ടോ കൊടുത്തത്, ബാക്കി ഫുള്ള് സ്റ്റിച്ചഡാണ്. പക്ഷേ ഈ ഒരു ഭാഗം നമുക്ക് ഒരിടയ്ക്ക് ഉന്നം മാറ്റി നിറച്ചിരുന്നു, അതുകൊണ്ട് അന്ന് സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ എടുത്ത് വാഷ് ചെയ്യാൻ നിന്നാൽ ഒരു പക്ഷേ ആ ഒരു കോട്ടൺ മുഴുവനും പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പം ഉന്നം ഞങ്ങൾ തന്നെ മാറ്റി നിറച്ചതായതുകൊണ്ട് അന്ന് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കൈത്തുന്ന് തുന്നി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പണി കിട്ടുമായിരുന്നു. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീട്ടിൽ മെഷീനുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പില്ലോയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെഷീൻമേൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി മെഷീൻ വീട്ടിലില്ലാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ സൂചിയും നൂലെടുത്തിട്ട് നല്ല വൃത്തിക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തുന്നിയെടുത്താലും മതി. നമ്മളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള പഞ്ഞി ഉണ്ടല്ലോ, അത് പുറത്ത് ചാടരുത്, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അത് പുറത്ത് ചാടിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് അത് തുന്നാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പില്ലോയ്ക്ക് നമ്മളിനി എത്ര സ്റ്റിച്ച് ഇട്ടാലും ഇനി വേറെ കളർ നൂലായാലൊന്നും അതാരും കാണില്ല. ഇതിൻ്റെ പുറമെ നമ്മൾ വേറെ കവർ ഇടുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓയിലിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് ഹെയറിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഉലുവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കറയും കാര്യങ്ങളാണ്. ഞാൻ 2 രീതിയിലാണ് തലയണ അലക്കാറ്. ഒന്ന് അലക്ക് കല്ലിൽ വെച്ചിട്ട് 2 വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട്. ഇന്ന് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ അലക്ക് കല്ലിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും, അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടാണല്ലോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അലക്ക് കല്ലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുക അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്. നിങ്ങളും സെയിം ഇതുപോലെ തന്നെ ചെയ്യുക. ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് സോപ്പും പൊടി കലക്കുക, എന്നിട്ട് ഈ പില്ലോ അതിൽ നന്നായിട്ട് മുക്കി വെക്കുക കേട്ടോ. കഴിയുന്നതും ഒരു 3-4 മണിക്കൂർ മുക്കി വെക്കുക, അല്ലെങ്കിൽ രാത്രി മുക്കി വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. എന്നാൽ നന്നായിട്ട് ചളി പോവും. കണ്ടില്ലേ, നമ്മൾ ആ ഒരു സോപ്പും പൊടിയിൽ മുക്കിയ സമയത്ത് തന്നെ ആ ഒരു പില്ലോയിൽ നിന്ന് ചളിയൊക്കെ ഇറങ്ങി വന്നിട്ട് കണ്ടോ വെള്ളത്തിൻ്റെ ഒരു കളറ്. എന്നിട്ട് നമ്മൾ സാധാ എങ്ങനെയാണോ അലക്കുന്നത് അതുപോലെ അത് കല്ലിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഉറപ്പുള്ളൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ജീൻസൊക്കെ ഉരയ്ക്കാറില്ലേ, അതുപോലെ ഷർട്ടിൻ്റെ കോളറൊക്കെ ഉരച്ച് കഴുകുന്നത് പോലെ തന്നെ നന്നായിട്ട് പില്ലോൻ്റെ കവറ് ഉരച്ച് കൊടുക്കുക. നമുക്കിതിങ്ങനെ ഒരുമിച്ച് കൂട്ടി അലക്കാൻ കഴിയില്ല. കുറച്ച് സോപ്പും പൊടിയിൽ ആ ബ്രഷ് മുക്കിയിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ കറകളൊക്കെ പോട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു 3-4 മണിക്കൂർ അത് പുതിർത്തി വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് അലക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം, ഒരുപാട് അല്ല, മെല്ലെ മെല്ലെ തിരക്ക് കൂട്ടാതെ അങ്ങനെ തന്നെ. അതായത് നമ്മൾ സാധാ ഡ്രസ്സുകൾ ഇങ്ങനെ കുത്തി വല്ലാതെ അടിച്ചലക്കല്ലോ, അതുപോലെ അടിക്കാതെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട്
ഒരുപാട് ഉരുട്ടി അല്ലെങ്കിൽ മൊത്തത്തിൽ വാരിക്കൂട്ടി അങ്ങനെ അലക്കാതെ ഇതുപോലെ മെല്ലെ മെല്ലെ അടിച്ചലക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കല്ലുമ്മേലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ശക്തി ഉപയോഗിക്കരുത്, അതിൻ്റെ കവർ കീറിപ്പോവും. അതുപോലെ മെല്ലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 2-3 വെള്ളത്തിൽ ഒലുമ്പിയതിന് ശേഷം വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക. ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടില്ല, 2-3 ദിവസം എന്തായാലും ആവശ്യം വരും. ഞാൻ കൂടുതലും അലക്കുകല്ല് തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് എൻ്റെ ഒരു സമയക്കുറവ് കൊണ്ടുമാണ് ഇതിലിട്ടത്. 2 സ്പൂണ് സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കറക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഓവർനൈറ്റ്, അതായത് രാത്രി ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഒരു 4 കറക്കം കറക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എന്നിട്ട് രാവിലെ അലക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇത് പഞ്ഞിയാണ്. നമ്മൾ വിചാരിക്കും ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്, കണ്ടോ ഇത് പൊന്തിയാണ് കിടക്കുന്നത്. ഇത് ഇനി താവും, പക്ഷേങ്കിൽ പൊതിർന്ന് വെള്ളം കുടിച്ച് അങ്ങനെ ക്ലീൻ ആവണം. കണ്ടോ ഞാൻ എത്ര പിടിച്ച് താത്തിയിട്ടും അത് താവുന്നില്ല. ഇതുവരെ പില്ലോ അതായത് തലയണ ക്ലീൻ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. ചില ആളുകളൊക്കെ വർഷങ്ങളായിട്ട് ആ ഒരു പില്ലോ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമാണല്ലോ. പൊതുവേ ഡോക്ടർമാർ വരെ പറയുന്നത് 3 ദിവസം കൂടുമ്പം പില്ലോ കവർ തന്നെ ചേഞ്ച് ചെയ്യാനാണ് പറയാറ്. അപ്പോൾ വർഷങ്ങളായിട്ട് പില്ലോ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിപ്പോൾ വാഷിംഗ് മെഷീൻ തന്നെ വേണമെന്നില്ല പില്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അലക്കുകല്ലുണ്ടെങ്കിലും സുഖസുന്ദരമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അലക്കുകല്ലിലൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു പില്ലോ അല്ലെങ്കിൽ 2 പില്ലോ ഒക്കെ ഒരു ദിവസം അലക്കാം. വാഷിംഗ് മെഷീൻ ആകുമ്പോൾ ഒരു 3 പില്ലോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതായത് ഒരു 2 പില്ലോ ക്ലീൻ ചെയ്ത് അത് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത പില്ലോ കൊണ്ടിടുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടില്ല. പ്രത്യേകിച്ച് പഞ്ഞി ആയതുകൊണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണക്കിയെടുക്കണം. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട്ടിലുള്ള മുഴുവൻ പില്ലോയും എടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ട് ഇടാതിരിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. 1-2 വാഷിംഗ് മെഷീനിലാണെങ്കിൽ നിങ്ങൾ 2 പില്ലോ എടുത്തോ. ഒരുപാട് ഇട്ടാൽ ഇങ്ങനെ കറങ്ങാനും പ്രയാസമായിരിക്കും. ഒരു 15 മിനിറ്റ് തലയണ വാഷിംഗ് മെഷീനിലിട്ട് കറക്കിയെടുത്തപ്പം ആ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടില്ലേ. 6 മാസം കൂടുമ്പം ഞാൻ എൻ്റെ പില്ലോ അലക്കാറുണ്ട്. വർഷങ്ങളായിട്ട്, അതായത് 10-20 അല്ലെങ്കിൽ 5-10 വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതെ ആ ഒരു പില്ലോ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുമാത്രം അഴുക്ക് അതിലുണ്ടാവും അല്ലേ. ഈ ഒരു പില്ലോ വെച്ചിട്ടല്ലേ നമ്മൾ എന്നും കിടന്നുറങ്ങാറ്. വാഷിംഗ് മെഷീനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും അലക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളവും സോപ്പും പൊടിയും കൊടുത്താൽ അതതിൻ്റെ പണിയെടുത്തോളും. കല്ലുമ്മൽ അലക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക അല്ലേ. നമ്മുടെ പില്ലോയുടെ അല്ലെങ്കിൽ ഒരു തലാണയുടെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. പുറമേ നിന്ന് നോക്കുമ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. കുറച്ച് കറ അവിടെയും ഇവിടെയും മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും അതിൻ്റെ ഒരു ഭംഗി ഇതാണ് കേട്ടോ. കണ്ടോ ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം അഴുക്ക് ആ ഒരു പില്ലോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ പില്ലോ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം പില്ലോ ഒലുമ്പി വെള്ളം മാറ്റി കൊടുത്തു. ഇതിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടോ വെള്ളം തെളിഞ്ഞു. ആ ഒരു ചളിവെള്ളമൊക്കെ മാറിയിട്ട് നല്ല വെള്ളമായി മാറിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ പോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കാം. ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കിയത് കൊണ്ട് അതിൽ തന്നെയാണ് ഉണക്കിയെടുക്കുന്നത്. ഇനി വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് അത് അലക്കി കഴിഞ്ഞിട്ട് കല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കുറച്ച് ഉയരമുള്ള സ്ഥലത്തോ ഒന്ന് ഇങ്ങനെ ചാരി വെച്ചാൽ ആ വെള്ളം അങ്ങ് വാർന്നു പോയിക്കോളും. ഞാൻ ഫുള്ളിലിട്ടിട്ട് തന്നെയാണ് ഉണക്കുന്നത്. ഇനി ഫുള്ളിലിട്ട് ഉണക്കുന്ന സമയത്ത് പില്ലോ കീറിപ്പോവോ അല്ലെങ്കിൽ പഞ്ഞി പുറത്ത് വരുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ഞാനങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളിലിടുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം പോവും, കണ്ടില്ലേ. നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ഞിയൊക്കെ ഒന്ന് കൂടിയിട്ട് ഒരു സൈഡിലേക്കൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. വാഷിംഗ് മെഷീനിൽ എടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ ആ ഉണ്ട കെട്ടി കിടക്കുന്ന ആ പഞ്ഞിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് റെഡിയായി വരെ. അങ്ങനെ കൊണ്ടുപോയിട്ട്, അതായത് വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട് അതുപോലെ കൊണ്ടുപോയിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കരുത്.
അത് പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ 2 കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ അത് പഞ്ഞികളൊക്കെ ഇങ്ങനെ വേറിട്ട് വരിക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് കുറച്ച് പണിയുണ്ട്. കണ്ടില്ലേ, ഇതിനി ഇങ്ങനെ തട്ടിയെടുത്ത് ഉണക്കി എടുക്കണം. 2-3 ദിവസം എന്തായാലും വേണം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റയടിക്ക് വീഡിയോ കണ്ടിട്ട് മുഴുവൻ തലാണയും കൊണ്ടുപോയിട്ട് നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോയിടരുത്. പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് കണ്ടോ, സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല കേട്ടോ. സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ഞാൻ അടിച്ച സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്കിത് മുറ്റത്ത് വെയിലുണ്ട്, നമുക്ക് ഏത് ഭാഗത്താണോ വെയിൽ അവിടെ കൊണ്ടുപോയിടാം കേട്ടോ. ഞാൻ നോക്കിയ സമയത്ത് ഊഞ്ഞാലിൻ്റെ മുകളിൽ കുറച്ചൊരു വെയിൽ കണ്ടു, അപ്പോൾ ഞാൻ അവിടെ ഇട്ടു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ നോക്കിയ സമയത്ത് ഊഞ്ഞാലിൻ്റെ മുകളിൽ നിന്ന് വെയിൽ മുറ്റത്തിൻ്റെ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അവിടുന്ന് എടുത്തിട്ട് പൂച്ചട്ടീൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി നോക്കുക. വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. തിരിച്ചു മറിച്ച് ഇടുക. ആ മാറ്റി വെക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ ഉണ്ട കെട്ടി കിടക്കുന്ന പഞ്ഞിയൊക്കെ റെഡിയായി വരും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തു തന്നെയായാലും ഒന്ന് കമൻറ്റിൽ പറയണേ.